ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ടതിന് ശേഷം ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ആണെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കറി റെഡിയാക്കാനായി തുടങ്ങുകയാണ്. അതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിൻ്റെ പകുതിയും പിന്നെ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഈ ആണക്കറിക്ക് തക്കാളി കൂടുതലിട്ടാൽ ഒരു പുളിപ്പ് വരുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് തക്കാളി ഞാൻ ഒരു പകുതിയേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടിത് 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ അരച്ച് വെച്ച തേങ്ങയിൽ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ഒറോട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ ദോശ പിന്നെ റൊട്ടി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ആണക്കറി എന്നാണ് ഇതിന് പറയുക. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.